പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അഞ്ചാമത്തെ ക്ലാസ്. നാലാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായും പഠിച്ചത് ആഫ്രിക്കൻ യൂണിയൻ, പിന്നെ ഒപെക്, പെട്രോളിയം ഉൽപാദകര്, അറബ് ലീഗ്, ബിംസ്റ്റെക് എന്ന സ്ഥാപനം, ഷാങ്ഹായ് കോർപ്പറേഷൻ, പിന്നെ ആസിയാൻ. ഇന്നേ ദിവസം നമ്മൾ പഠിച്ചുറപ്പിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയൻ, പിന്നെ സാർക്ക് എന്ന സംഘടന, പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ അന്തർദേശീയ സംഘടനയായ ഇന്റർപോൾ എന്നീ മൂന്ന് പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഓക്കെ അല്ലേ? ഇന്റർപോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില നോട്ടീസ് നമ്മളവിടെ പഠിക്കും. നമ്മൾ IUCN പഠിച്ചപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന IUCN ആണെങ്കിലും ചില നിറങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചതുപോലെ നോട്ടീസ് നമ്മളിവിടെ പ്രത്യേകിച്ച് നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കും കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യമെന്ന് പറയുക. നമുക്ക് തുടക്കം കുറിച്ചാലോ. ആദ്യം നമ്മൾ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറയുന്നു. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നേരത്തെ പഠിച്ചതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ഒരു സംഘടനയായിട്ട് മാറുക. അതിനു മുമ്പ് ഒരു അന്തർദേശീയ സഹകരണ കരാർ എന്നതുപോലെ പ്രവർത്തിച്ചിരുന്നു അല്ലെ. അതുപോലെ തന്നെയാണ് ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന. യൂറോപ്യൻ യൂണിയൻ എന്ന പേരിൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ മറ്റ് ചില പേരുകളിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ നമ്മൾ യൂറോപ്യൻ യൂണിയനെ കുറിച്ചും യൂറോപ്യൻ യൂണിയന്റെ പ്രവർത്തന ചരിത്രത്തെക്കുറിച്ചും രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആദ്യം നമ്മൾ പഠിച്ചുറപ്പിക്കുക. ആദ്യം യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് 1993 നവംബർ 1 രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി 1992 മെസ്ട്രിച്ച് ഉടമ്പടി. ഓക്കെ, അപ്പൊ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നതെന്നാണ് 1993 നവംബർ 1 എന്തിന്റെ അടിസ്ഥാനത്തില് 1992 മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന സ്ഥലത്താണ്. ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ്. നീതിന്യായ ആസ്ഥാനം എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ്. ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണെന്നാൽ നീതിന്യായ ആസ്ഥാനം, യൂറോപ്യൻ യൂണിയന്റെ നീതിന്യായ ആസ്ഥാനം എന്ന് പറയുന്നത്, ജുഡീഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലക്സംബർഗ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. PSSലും ചോദിക്കുന്നതാണ്. യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം എന്താ? യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന നിയമാവലി അറിയപ്പെടുന്നത് കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ. യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യം അംഗമാകണമെങ്കിൽ ഈ കോപ്പൻഹേഗൻ ക്രൈറ്റീരിയയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചിരിക്കണം. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന നിയമാവലി എന്ന നമ്മൾ കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ വിളിക്കുക. അതിൽ കുറെ നിർദ്ദേശങ്ങളാണ്, അത് പാലിക്കപ്പെട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. എവിടെയാണ്? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. അവിടെയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ടത്, പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഓക്കെ, തിരിച്ചു വരാം. ഒന്നുകൂടെ പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. എല്ലാം PSC ചോദിക്കുന്ന ഫാക്ട്സ് ആണ്, ഒഴിവാക്കുന്നൊന്നുമില്ല. നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ കൃത്യമായി പഠിച്ചുറപ്പിക്കുക. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് 1993 നവംബർ 1 1992 മെസ്ട്രിച്ച് ഉടമ്പടി പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ്. നീതിന്യായ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്സംബർഗ്. ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അടിസ്ഥാന നിയമാവലി കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ എന്നറിയപ്പെടുന്നു. പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ്. നീതിന്യായ ആസ്ഥാനം ലക്സംബർഗ്. പാർലമെന്റ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. ഓർമ്മിച്ചേക്കാമോ? യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്നറിയപ്പെടുക. 19 നൂറ്റാണ്ടിലും 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒന്നാം ലോക മഹായുദ്ധം വരേക്കും യൂറോപ്പിലെ പ്രധാന കറൻസി എന്ന് പറയുന്നത് UK പൗണ്ടായിരുന്നു. ബ്രിട്ടന്റെ നാണയമായ കറൻസിയായി പൗണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ സാമ്പത്തിക രംഗം തകർന്നപ്പോൾ അവിടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവർക്കും പരാജയവർക്കും ആയുധം വിറ്റ് സമ്പന്നമായ രാജ്യമാണ് അമേരിക്ക. തുടർന്ന് യൂറോപ്പിലെ വിനിമയം UK പൗണ്ടിൽ നിന്ന് അമേരിക്കൻ ഡോളറായിട്ട് മാറി. അമേരിക്കൻ ഡോളർ എന്ന കറൻസിയുടെ വിനിമയം ഒരു പരിധിവരെ തടയിടുക എന്നത് തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യങ്ങൾക്ക് വേണ്ടി
ഒരു പൊതു കറൻസി എന്ന ആശയം ഉദയം ചെയ്യുകയാണ്. അതാണ് യൂറോ എന്ന നാണയം. യൂറോ എന്ന നാണയം നിലവിൽ വന്നത് 1999 ജനുവരി 1. എല്ലാ രാജ്യങ്ങളും ഇത് അംഗീകരിക്കണമല്ലോ. അങ്ങനെ യൂറോ എന്ന നാണയം വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1. രണ്ടും രണ്ട് ഡേറ്റ് ആണ്. കൃത്യമായി പഠിക്കണേ. 3 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയന്റെ കറൻസി അറിയപ്പെടുന്നത് യൂറോ എന്നാണ്. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1. യൂറോ എന്ന നാണയം കറൻസി പുറത്തിറക്കാനുള്ള അധികാരം യൂറോപ്യൻ യൂണിയന്റെ സെൻട്രൽ ബാങ്കിനാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്ന് നമ്മൾ അതിനെ വിളിക്കും. സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ആണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് എന്തച്ചടിക്കുന്നത്? യൂറോ എന്ന കറൻസി അച്ചടിക്കുക. യൂറോ അംഗീകരിക്കാത്ത പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്. ബ്രിട്ടനും സ്വീഡനും. ബ്രിട്ടനിൽ ഇപ്പോഴും പൗണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്രിട്ടനും സ്വീഡനും. ബ്രിട്ടനും സ്വീഡനും യൂറോപ്യൻ യൂണിയൻ എന്ന കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. പക്ഷേ യൂറോ എന്ന കറൻസി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് എടുത്തു പറയും. യൂറോ അംഗീകരിക്കാത്ത പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടനും സ്വീഡനുമാണ്. ബ്രിട്ടനും സ്വീഡനുമാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യൂറോപ്യൻ യൂണിയന്റെ കറൻസി യൂറോ എന്നറിയപ്പെടുന്നു. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1. യൂറോ പുറത്തിറക്കാനുള്ള അധികാരം, അതായത് യൂറോ എന്ന കറൻസി അച്ചടിക്കാനുള്ള അധികാരം യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ്. യൂറോ അംഗീകരിക്കാത്ത പ്രധാന യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടനും സ്വീഡനുമാണ്. ഒന്നുകൂടെ പൂർണ്ണമായി റിവിഷൻ ചെയ്യാം. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് 1993 നവംബർ മാസം 1 തീയതി. രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി 1992 മസ്ട്രിച്ച് ഉടമ്പടി. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ നീതിന്യായ ആസ്ഥാനം ലക്സംബർഗ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന നിയമാവലി കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ. യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് നിയമനിർമ്മാണ സഭ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലുമാണ്. യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസി യൂറോ എന്ന പേരിൽ അറിയപ്പെടുന്നു. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. യൂറോയുടെ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1. യൂറോ അച്ചടിക്കുവാനുള്ള അധികാരമുള്ളത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടാണ്. യൂറോ അംഗീകരിക്കാത്ത പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളാണ് ബ്രിട്ടനും സ്വീഡൻ. യൂറോപ്യൻ യൂണിയന്റെ ദേശീയ ഗാനമാണ് ഒഡേ ടു ജോയ്. യൂറോപ്യൻ യൂണിയന്റെ ദേശീയ ഗാനം ഒഡേ ടു ജോയ്. യൂറോപ്യൻ യൂണിയന് നോബൽ പുരസ്കാരം ലഭിച്ചത് 2012 നിലവിലെ ആകെ അംഗസംഖ്യ 27. നേരത്തെ 28 ആയിരുന്നു കേട്ടോ. നേരത്തെ 28 ആയിരുന്നു. ഇപ്പൊ നിലവില് 27. അംഗമായ യൂറോപ്യൻ യൂണിയൻ എന്നാണ് പേരെങ്കിലും അംഗമായ ഏക ഏഷ്യൻ രാജ്യം സൈപ്രസ് ആണ്. യൂറോപ്യൻ യൂണിയനിലെ നിലവിൽ അംഗസംഖ്യ 27. അംഗമായ ഏക ഏഷ്യൻ രാജ്യം സൈപ്രസ് ആണ്. അവസാനം അംഗമായത് ക്രൊയേഷ്യയാണ് 2013. ബ്രിട്ടൻ സ്വമേധയ പുറത്തുപോയി. ബ്രിട്ടൻ പുറത്തുപോയത് എന്നാണ് 2020 ജനുവരി 31. അതായത് 2020 ജനുവരി 31 വരെ യൂറോപ്യൻ യൂണിയന്റെ അംഗസംഖ്യ 28 ആയിരുന്നു. ബ്രിട്ടൻ പുറത്തുപോയത് 2020 ജനുവരി 31. അതിനെ ബ്രിട്ടൻ പുറത്തുപോയതിനെ നമ്മൾ ബ്രെക്സിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുക. ബ്രെക്സിറ്റ്. ഓക്കെ. അപ്പോൾ ബ്രിട്ടൻ പുറത്തുപോയത് 2020 ജനുവരി 31 എന്ന് ഓർമ്മിക്കുന്നു. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. യൂറോപ്യൻ യൂണിയന്റെ ദേശീയ ഗാനം ഒഡേ ടു ജോയ്. യൂറോപ്യൻ യൂണിയന് നോബൽ പുരസ്കാരം ലഭിച്ചത് 2012 നിലവിലെ ആകെ അംഗസംഖ്യ 27. യൂറോപ്യൻ യൂണിയൻ എന്നാണ് പേരെങ്കിലും യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യം, പ്രാധാന്യത്തോടെ പഠിക്കണം, സൈപ്രസ്. അവസാനം അംഗമായത് ക്രൊയേഷ്യയാണ് 2013. ബ്രിട്ടൻ പുറത്തുപോയപ്പോഴാണ് അംഗസംഖ്യ 27 ആയിട്ട് മാറിയത്. അതിനു മുമ്പ് 28 ആയിരുന്നു. ബ്രിട്ടൻ സ്വയം പുറത്തുപോയതിനെ നമ്മൾ ബ്രെക്സിറ്റ് എന്ന് വിളിക്കുന്നു. എന്നാണ് ബ്രെക്സിറ്റ് ആയത്, അല്ലെങ്കിൽ ബ്രെക്സിറ്റ് എന്ന സംഭവം ഉണ്ടായത്, ബ്രിട്ടൻ പുറത്തുപോയതെന്നാണ് 2020 ജനുവരി 31 മറക്കില്ലല്ലോ. ഓക്കെ. യൂറോപ്യൻ യൂണിയൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പൊ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് 1993 നവംബർ 1. 1992 മസ്ട്രിച്ച് ഉടമ്പടി പ്രകാരമാണ് രൂപീകരിക്കുക. ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നീതിന്യായ ആസ്ഥാനം ലക്സംബർഗ്. ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അടിസ്ഥാന നിയമാവലി എന്ന് പറയുന്നത് കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ. പാർലമെന്റ് സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിലെ
സ്ട്രാസ്ബർഗ് ആണ്. കറൻസി യൂറോ. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. യൂറോയുടെ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1 പ്രാബല്യത്തിൽ വന്നു. യൂറോ അച്ചടിക്കുവാനുള്ള അധികാരം യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട്. യൂറോ അംഗീകരിക്കാത്ത പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളാണ് ബ്രിട്ടനും സ്വീഡനും. ദേശീയകാര്യം ഒഡേറ്റ് ജോൺ. നോബൽ സമ്മാനം ലഭിച്ചത് 2012. നിലവിൽ അംഗസംഖ്യ 27. അംഗമായ ഏക ഏഷ്യൻ രാജ്യം സൈപ്രസ് ആണ്. അവസാന അംഗം 2013 അംഗമായ ക്രൊയേഷ്യ. ബ്രിട്ടൻ പുറത്തായത് 2020 ജനുവരി 31. ബ്രിട്ടൻ സ്വയം പുറത്തുപോയതാണ്. അത് ബ്രെക്സിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന. യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന രൂപീകരിക്കപ്പെട്ടത് 1948. ഈ യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന റീഓർഗനൈസ് ചെയ്തുകൊണ്ട് യൂറോപ്യൻ സാമ്പത്തിക സമൂഹം രൂപീകരിച്ചത് 1957. അതിന് കാരണമായത് റോം ഉടമ്പടിയായിരുന്നു. ഓക്കെ. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന രൂപീകരിച്ചത് 1948. ഈ യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ സാമ്പത്തിക സമൂഹം രൂപീകരിച്ചു. യൂറോപ്യൻ സാമ്പത്തിക സമൂഹം രൂപീകരിച്ചു 1957. യൂറോപ്യൻ സാമ്പത്തിക സമൂഹം രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി റോം ഉടമ്പടിയാണ്. ഓക്കെ. പിൽക്കാലത്ത് ഈ യൂറോപ്യൻ സാമ്പത്തിക സമൂഹം യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്നറിയപ്പെട്ടു. എന്ത് പേരിൽ അറിയപ്പെട്ടു? യൂറോപ്യൻ കമ്മ്യൂണിറ്റി. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എല്ലാം യൂറോപ്യൻ യൂണിയനിൽ ലയിച്ചത് 2009 ലിസ്ബൺ ഉടമ്പടി അനുസരിച്ച്. മറന്നു പോരുത്, മാറിപ്പോരുത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന. ഈ യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന രൂപം കൊണ്ടത് 1948. യൂറോപ്യൻ സാമ്പത്തിക സമൂഹം എന്ന് പുനഃസംഘടിപ്പിക്കപ്പെട്ടത് 1957 റോം ഉടമ്പടി അനുസരിച്ച്. ഈ യൂറോപ്യൻ സാമ്പത്തിക സമൂഹം പിൽക്കാലത്ത് അറിയപ്പെട്ടത് യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന പേരിലായിരുന്നു. ഓക്കെ. ആ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയിൽ ലയിച്ചത് 2009. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ലയിക്കാൻ കാരണമായ ഉടമ്പടി ലിസ്ബൺ ഉടമ്പടി. ലിസ്ബൺ ഉടമ്പടി. അത്രയേ ഉള്ളൂ. സെറ്റാണേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ സെറ്റാവും. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്ന യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന 1948 ആരംഭിച്ചു. യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ സാമ്പത്തിക സമൂഹം രൂപം കൊണ്ടത് 1957 റോം ഉടമ്പടി അനുസരിച്ച്. ഈ യൂറോപ്യൻ സാമ്പത്തിക സമൂഹത്തിന്റെ പിൽക്കാല നാമം യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്നായിരുന്നു. ഈ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച് അതിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ പൂർണ്ണമായി ലയിപ്പിച്ചത് 2009 ലിസ്ബൺ ഉടമ്പടി പ്രകാരം. ക്ലിയർ? അടുത്ത സംഘടനയിലേക്ക് നമ്മൾ പോകുന്നു. സാർക്ക്. സാർക്ക് എന്ന സംഘടന നമുക്കേറെ പരിചിതമാണ് അല്ലെ? സ്വാഭാവികമായിട്ടും ഇന്ത്യ അതിൽ അംഗമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ സാർക്ക് എന്ന സംഘടനയെ കുറിച്ച് പറയാറുണ്ട്. സാർക്ക് പൂർണ്ണമായ പേര് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് സിയ ഉർ റഹ്മാനാണ്. അതുകൊണ്ട് സാർക്കിന്റെ പിതാവായി കണക്കാക്കുന്നത് മാരെ തന്നെ സിയാറോ റഹ്മാനെ തന്നെയാണ് കേട്ടോ. സാർക്ക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നൊരു കൂട്ടായ്മ രൂപീകരിച്ചാൽ നല്ലതായിരിക്കും എന്നാദ്യം ആശയം അവതരിപ്പിച്ചത് സിയ ഉർ റഹ്മാനാണ്. അതുകൊണ്ട് സാർക്കിന്റെ പിതാവായി കണക്കാക്കുന്നതും ആരെ തന്നെ? സിയ ഉർ റഹ്മാനെ തന്നെ. സാർക്ക് സ്ഥാപിതമായത് 1985 ഡിസംബർ മാസം 8. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും സാംസ്കാരിക സാമ്പത്തിക വികസനവും കൂടാതെ ഭീകരവാദം തടയലുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, സാംസ്കാരിക സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുക എന്നിവയാണ് ലക്ഷ്യം. ഓക്കെ അല്ലേ? അപ്പോൾ സാർക്കിന്റെ പൂർണ്ണമായ പേരെന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. ഈ ആശയം ആദ്യമേ അവതരിപ്പിക്കുന്നത് സിയ ഉർ റഹ്മാനാണ്.
അതുകൊണ്ട് സാർക്കിന്റെ പിതാവായി കണക്കാക്കുന്നതും സിയാർ റഹ്മാനെത്താണ്. സ്ഥാപിതമായത് 1985 ഡിസംബർ മാസം 8-ാം തീയതി. എന്താണ് ലക്ഷ്യം? ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുക, സാംസ്കാരിക സാമ്പത്തിക വികസനം ഉറപ്പാക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ കർശനമായി തടയുക. സ്ഥിരം ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1985 ബംഗ്ലാദേശിലെ ധാക്കയിൽ. ഓക്കെ, അപ്പോൾ സ്ഥിരമാസ്ഥാനം എന്ന് പറയുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. എന്നാൽ ആദ്യ സമ്മേളനം നടന്നത് 1985 ധാക്കയിലായിരുന്നു. അംഗരാജ്യങ്ങൾ 8. ആരൊക്കെയാ? ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നോക്കി. പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ഇന്ത്യയുണ്ട്, നേപ്പാൾ ഉണ്ട്, മാലിദ്വീപ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ശ്രീലങ്കയുണ്ട്. അതായത് നമ്മുടെ ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത്, ഹിമാലയ പർവ്വതത്തിന് തെക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. ഹിമാലയത്തിന് തെക്ക് ഭാഗത്തുള്ള ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമാണെന്ത്? സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന പേരിൽ അറിയപ്പെടുക. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ യഥാർത്ഥത്തിൽ ഹിമാലയത്തിന്റെ തൊട്ടപ്പുറത്താണ് എങ്കിലും അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പറഞ്ഞു. അപ്പൊ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഓക്കെ, ഏറ്റവും അവസാനം അംഗമായത് അഫ്ഗാനിസ്ഥാനാണ് 2007. ഏറ്റവും അവസാനം അംഗമായത് അഫ്ഗാനിസ്ഥാൻ 2007. മറക്കില്ലല്ലോ. അപ്പോ സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു. ആദ്യ സമ്മേളനം നടന്നത് 1985 ധാക്കയിൽ വെച്ച്. കാരണം രൂപീകരണ ആശയം നൽകുന്നത് ആരാ? സിയാർ റഹ്മാൻ, ബംഗ്ലാദേശുകാരനായിരുന്നു. ആകെ അംഗങ്ങൾ നിലവിൽ 8 പേര്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഓക്കെ അല്ലേ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നിവ. ഏറ്റവും ചെറിയ അംഗരാജ്യം മാലദ്വീപും ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയുമാണ്. ഏറ്റവും ചെറിയ അംഗരാജ്യം മാലദ്വീപും ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയുമാണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, അതായത് സാർക്കിന്റെ കീഴിലുള്ള സർവകലാശാല സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സാർക്കിന്റെ സമ്മേളനം നടന്നത് 1986 ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സാർക്കിന്റെ സമ്മേളനം നടന്നത് 1986 ബാംഗ്ലൂരിലുമാണ്. ഓക്കെ അല്ലേ? അപ്പോ സാർക്കിലെ അംഗരാജ്യങ്ങൾ 8. അതിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാലിദ്വീപുമാണ്. ഓക്കെ അല്ലേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ്. സാർക്ക് സമ്മേളനം ആദ്യമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് 1986 ബാംഗ്ലൂർ. അപ്പൊ സാർക്ക് എന്ന സംഘടന നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് സിയാർ റഹ്മാനാണ്. സ്ഥാപിതമായത് 1985 ഡിസംബർ മാസം 8-ാം തീയതി. ലക്ഷ്യങ്ങൾ: ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും സാംസ്കാരിക സാമ്പത്തിക വികസനവും ഉറപ്പാക്കുക, കൂടാതെ തീവ്രവാദം തടയുക. സ്ഥിരം ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവാണ്. ആദ്യ സമ്മേളനം നടന്നത് 1985 ധാക്കയിൽ. അംഗരാഷ്ട്രങ്ങൾ 8. ആരൊക്കെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഏറ്റവും ഒടുവിൽ അംഗമായത് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു. ഏത് വർഷം? 2007. ഓക്കെ അല്ലേ? ഏറ്റവും ചെറിയ അംഗരാജ്യം മാലദ്വീപ്, ഏറ്റവും വലുത് ഇന്ത്യ. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. സാർക്ക് സമ്മേളനം ആദ്യമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് 1986 ബാംഗ്ലൂരാണ്. 1986 ബാംഗ്ലൂരാണ്. ഓക്കെ, 85 സമ്മേളനം ധാക്കയിൽ വെച്ച്, ബംഗ്ലാദേശിൽ വെച്ച്, സിയാർ റഹ്മാന്റെ നേതൃത്വത്തിൽ. 86 നടന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ബാംഗ്ലൂർ. സെറ്റാണ്. ഇനി അടുത്ത ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ സംഘടന ഇന്റർപോൾ. ഇന്റർപോളിന്റെ പൂർണ്ണമായ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ്. എന്താണ്? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. സ്ഥാപിതമായത് 1923. പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇന്റർപോൾ എന്ന സംഘടനയുടെ ലക്ഷ്യം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക മാത്രമല്ല. ഇപ്പോ എന്തെങ്കിലും കാണാതെ പോയവരെ കണ്ടെത്തുന്നത് പോലെ പോലീസിന്റെ ചുമതല കാണാതെ പോയവരെ കണ്ടെത്തുക, കുറ്റവാളികളെ അന്വേഷിക്കുക എന്നും അല്ലേ? കാണാതെ കണ്ടെത്തുക, കുറ്റവാളികളെ അന്വേഷിക്കുക, കുറ്റകൃത്യം തടയാതിരിക്കാൻ, കുറ്റകൃത്യം നടക്കാതിരിക്കാൻ ശ്രമം നടത്തുക തുടങ്ങിയവയൊക്കെയുണ്ട്. കുറ്റകൃത്യം അന്വേഷിക്കണം, കുറ്റകൃത്യം ഇനിയും ചെയ്യാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം.
എവിടെയെങ്കിലും കുറ്റകൃത്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി തടയണം. ഇനി കുറ്റകൃത്യം ചെയ്യാത്ത ആൾക്കാരെ സംരക്ഷിക്കുകയും ചെയ്യണം അല്ലേ? ഇതെല്ലാം പോലീസിന്റെ ജോലി എന്നതുപോലെ ഒരു അന്തർദേശീയ തലത്തിലെ പോലീസ് സംവിധാനമാണ് ഇന്റർപോൾ. അതുകൊണ്ട് ഈ ചുമതലയെല്ലാം ആർക്കും ഉണ്ട്? ഇന്റർപോളിനും ഉണ്ട്. അപ്പൊ ഇന്റർപോളിന്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. സ്ഥാപിതമായത് 1923 ആദ്യ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. ആദ്യ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. ഈ പേരിനൊപ്പം ഓർഗനൈസേഷൻ എന്ന വാക്കുകൂടെ കൂട്ടിച്ചേർത്തത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് 1956. അപ്പൊ ആദ്യ പേരെന്താ? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. അതിന്റെ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ വാക്ക് കൂട്ടിച്ചേർത്തു. ഏത് വർഷം? 1956. ഇനി 1923 ഇന്റർപോൾ രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് വിയന്നയിലായിരുന്നു. ഇന്റർപോൾ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം എവിടെ വെച്ച് നടന്നു? വിയന്നയിൽ വെച്ച് നടന്നു. ഏത് വർഷം? 1923. അതുകൊണ്ട് തന്നെ ഇന്റർപോൾ രൂപീകരിച്ചതെന്നാ 1923 തന്നെ. സിമ്പിൾ. അതിന്റെ പേര് ആദ്യ പേരെന്തായിരുന്നു? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. നിലവിൽ അറിയപ്പെടുന്ന പേരെന്താ? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ പോലീസ് ക്രിമിനൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന പേര് സ്വീകരിച്ചത് ഏത് വർഷമാണ്? 1956. സിമ്പിൾ. നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അല്ലെ? അപ്പൊ ഇന്റർപോൾ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ്. സ്ഥാപിതമായത് 1923. ആദ്യ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. 1956 പുനർനാമകരണം ചെയ്തു. ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ ഇന്റർപോൾ രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര പോലീസ് സമ്മേളനം നടന്നത് ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് ഏത് വർഷം? 1920. ഇന്റർപോളിന്റെ ഔദ്യോഗിക ഭാഷകൾ 4 ഏതൊക്കെ? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, പിന്നെ അറബിക്, സ്പാനിഷ്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ ലിയോൺ ആണ്. ഇന്റർപോളിന് 4 ഔദ്യോഗിക ഭാഷകൾ: ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ് എന്നിവ. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ ലിയോൺ ആണ്. എന്താണ് ലക്ഷ്യം? കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ? യെസ്. അപ്പൊ ഓർമ്മിക്കുക, ഔദ്യോഗിക ഭാഷകൾ 4: ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ് എന്നിവ. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ ലിയോൺ ആണ്. ലക്ഷ്യം കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക. അതായത് എല്ലാ രാജ്യങ്ങളിലെയും സഹകരണത്തോടു കൂടി അന്തർദേശീയ തലത്തിൽ പോലീസ് സംവിധാനം പ്രയോജനപ്പെടുത്തുക. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം CBI ആണ്. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പൂർണ്ണമായി റിവിഷൻ ചെയ്താലോ? ഇന്റർപോൾ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ്. സ്ഥാപിതമായത് 1923. സ്ഥാപിതമായപ്പോൾ ഇതറിയപ്പെട്ടത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. 1956 പുനർനാമകരണം ചെയ്തു. എങ്ങനെ? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്ന്. 1923 രൂപീകരണത്തിന് കാരണമായ അന്താരാഷ്ട്ര പോലീസ് സമ്മേളനം നടന്നത് ഓസ്ട്രിയയിലെ വിയന്ന എന്ന സ്ഥലത്ത് 1923. ഇന്റർപോളിന്റെ ഔദ്യോഗിക ഭാഷകൾ 4: ഏതൊക്കെ? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ് എന്നിവ. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ ലിയോൺ ആണ്. ലക്ഷ്യം കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം CBI ആണ്. ഇനി അന്താരാഷ്ട്ര പോലീസ് സംവിധാനം ചെയ്യുന്നത് ആരാണ്? ഇന്റർപോൾ ആണ്. സാധാരണത്തിൽ നമ്മുടെ രാജ്യത്ത് പോലീസ് സംവിധാനം ചെയ്യുന്നത് പോലെ ഇന്റർപോളിന് വിവിധ ചുമതലകളുണ്ട്. കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റവാളികളെ കണ്ടെത്തുക, കുറ്റകൃത്യം ചെയ്യാതെ തടയുക, കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങളെ, രാജ്യങ്ങളെ അറിയിക്കുക, കുറ്റകൃത്യത്തിന് ഇരയാകാൻ പോകുന്നവരെ സംരക്ഷിക്കുക. ശരിയല്ലേ? ഗുഡ്. ഇതെല്ലാം ഇന്റർപോൾ ചെയ്യുന്നുണ്ട്. നോക്കാം. ഒരു രാജ്യത്ത് ചെയ്ത കുറ്റം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു മുൻകരുതൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്റർപോൾ പുറത്തിറക്കുന്ന നോട്ടീസാണ് ഗ്രീൻ നോട്ടീസ്. ഓക്കെ. ഒരു രാജ്യത്ത് ചെയ്ത കുറ്റകൃത്യം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ എന്ന രീതിയിൽ
ഇന്റർപോൾ പുറപ്പെടുവിക്കുന്ന നോട്ടീസാണ് ഗ്രീൻ നോട്ടീസ് എന്ന പേരിൽ അറിയപ്പെടുക. ഇനി വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത് റെഡ് നോട്ടീസ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അധിക വിവരത്തിന് വേണ്ടിയിട്ട്, കൂടുതൽ ഡേറ്റയ്ക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്നത് ബ്ലൂ നോട്ടീസ്. കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്നത് യെല്ലോ നോട്ടീസ്. അപ്പോൾ ഒരു രാജ്യത്ത് ചെയ്ത കുറ്റകൃത്യം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന മുൻകരുതൽ നടപടി ഗ്രീൻ നോട്ടീസ് എന്നറിയപ്പെടും. വ്യക്തികളെ കണ്ടെത്താൻ പുറപ്പെടുവിക്കുന്നത് റെഡ് നോട്ടീസ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അധിക വിവരം കളക്ട് ചെയ്യുന്നതിന്, അന്വേഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് ബ്ലൂ നോട്ടീസ്. കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് യെല്ലോ നോട്ടീസ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കാൻ പുറപ്പെടുവിക്കുന്നത് ബ്ലാക്ക് നോട്ടീസ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുവാൻ, അതായത് യഥാർത്ഥ മൃതശരീരം ആരുടേതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കാൻ പുറപ്പെടുവിക്കുന്നത് ബ്ലാക്ക് നോട്ടീസ്. പാഴ്സൽ ബോംബ്, രൂപം മാറ്റിയ ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ളത് ഓറഞ്ച് നോട്ടീസ്. ക്രിമിനലുകളുടെ പ്രവർത്തന രീതി, ലക്ഷ്യം, ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നതിന് പർപ്പിൾ നോട്ടീസ്. അതും ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് കേട്ടോ, മറക്കല്ലേ. അപ്പോ തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കാൻ പുറപ്പെടുവിക്കുന്നത് ബ്ലാക്ക് നോട്ടീസ്. പാഴ്സൽ ബോംബ്, രൂപം മാറ്റിയ ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഓറഞ്ച് നോട്ടീസ്. ക്രിമിനലുകളുടെ പ്രവർത്തന രീതി, ലക്ഷ്യം, ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നതിന് പർപ്പിൾ നോട്ടീസ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തുള്ള നോട്ടീസുകൾ. ഒരു രാജ്യത്ത് ചെയ്ത കുറ്റം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ എന്ന രീതിയിൽ പുറപ്പെടുവിക്കുന്നത് ഗ്രീൻ നോട്ടീസ്. വ്യക്തികളെ കണ്ടെത്താൻ, അത് കുറ്റവാളികളാകാം അല്ലാത്തവരാകാം, വ്യക്തികളെ കണ്ടെത്താൻ പുറപ്പെടുവിക്കുന്നത് റെഡ് നോട്ടീസ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അധിക വിവരത്തിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് ബ്ലൂ നോട്ടീസ്. കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുവിക്കുന്നത് യെല്ലോ നോട്ടീസ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കാൻ പുറപ്പെടുവിക്കുന്നത് ബ്ലാക്ക് നോട്ടീസ്. പാഴ്സൽ ബോംബ്, രൂപം മാറ്റിയ ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ഓറഞ്ച് നോട്ടീസ്. ക്രിമിനലുകളുടെ പ്രവർത്തന രീതി, ലക്ഷ്യം, ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നത് പർപ്പിൾ നോട്ടീസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിന്ന് പ്രധാനമായും 3 പ്രസ്ഥാനങ്ങളാണ് പഠിച്ചുറപ്പിച്ചത്. യൂറോപ്യൻ യൂണിയൻ, സാർക്ക്, ഇന്റർപോൾ എന്നിവ. പൂർണ്ണമായിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത ഉറപ്പിക്കാം. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നത് 1993 നവംബർ മാസം 1-ാം തീയതി. ഏത് ഉടമ്പടി പ്രകാരം? 1992 മസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. നീതിനെ ആസ്ഥാനം എന്ന് പറയുന്നത് ലക്സംബർഗ്. ആപ്തവാക്യം യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. അടിസ്ഥാന നിയമാവലി എന്ന് പറയുന്നത് കോപ്പൻഹേഗൻ ക്രൈറ്റീരിയ. യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിൽ ഇവിടെ സ്ട്രാസ്ബർഗ് എന്ന സ്ഥലം. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ എന്നറിയപ്പെടുക. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1-ന്. യൂറോ വിനിമയം ആരംഭിച്ചത് 2002 ജനുവരി 1-ന്. യൂറോ പുറത്തിറക്കാനുള്ള അധികാരമുള്ളത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടാണ്. യൂറോ അംഗീകരിക്കാത്ത പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളാണ് ബ്രിട്ടനും സ്വീഡനും. യൂറോപ്യൻ യൂണിയന്റെ ദേശീയ ഗാനം ഒഡേറ്റ് ജോയ് എന്നറിയപ്പെടുന്നു. യൂറോപ്യൻ യൂണിയന് നോബൽ പുരസ്കാരം ലഭിച്ചത് 2012. യൂറോപ്യൻ യൂണിയനിലെ നിലവിലെ ആകെ അംഗസംഖ്യ 27. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യം, ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, സൈപ്രസ്. അവസാനം അംഗമായത് ക്രൊയേഷ്യയാണ് 2013. ബ്രിട്ടൻ പുറത്തുപോയത് 2020 ജനുവരി 31. ഇത് ബ്രെക്സിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. യൂറോപ്യൻ യൂണിയന്റെ മുൻഗാമി യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന രൂപീകരിച്ചത് 1948 ഈ യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് യൂറോപ്യൻ സാമ്പത്തിക സമൂഹം. രൂപീകരിച്ചത് 1957
റോം ഉടമ്പടി അനുസരിച്ച്. ഈ യൂറോപ്യൻ സാമ്പത്തിക സമൂഹം പിൽക്കാലത്ത് അറിയപ്പെട്ടത് യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്ന പേരിലായിരുന്നു. ഈ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും തുടർന്ന് യൂറോപ്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു എന്ന 2009 ലിസ്ബൺ ഉടമ്പടി പ്രകാരം. അടുത്ത നമ്മൾ പറയുന്നു സാർക്ക് എന്ന സംഘടന, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ബംഗ്ലാദേശുകാരനായ സിയ ഉർ റഹ്മാനാണ്. അതുകൊണ്ട് സാർക്കിന്റെ പിതാവായി കണക്കാക്കുന്നത് സിയാർ ഉർ റഹ്മാനെ തന്നെ. സ്ഥാപിതമായത് 1985 ഡിസംബർ മാസം 8-ാം തീയതി. എന്താണ് ലക്ഷ്യം? ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുക, സാംസ്കാരിക സാമ്പത്തിക വികസനത്തിന് ഉത്തേജനം പകരുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിശക്തമായി തടയുക. സാർക്കിന്റെ സ്ഥിര ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവാണ്. സാർക്കിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1985 ധാക്കയിൽ വെച്ച്. നിലവിലെ സാർക്കില് 8 അംഗരാജ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നിവ. ഏറ്റവും ഒടുവിൽ അംഗമായത് അഫ്ഗാനിസ്ഥാനാണ് 2007. സാർക്കിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപ്. സാർക്കിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. സാർക്ക് സമ്മേളനം ആദ്യമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് 1986 ബാംഗ്ലൂരിലാണ്. ഇന്റർപോൾ. ഇന്റർപോളിന്റെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. സ്ഥാപിതമായത് 1923. രൂപം കൊള്ളപ്പോൾ അതിന്റെ പേര് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്നായിരുന്നു. അതോടൊപ്പം ഓർഗനൈസേഷൻ എന്ന വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നറിയപ്പെട്ടു തുടങ്ങിയത് 1956. ഇന്റർപോൾ രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര പോലീസ് സമ്മേളനം നടന്നത് 1923 ഓസ്ട്രിയ എന്ന രാജ്യത്തെ വിയന്ന എന്ന സ്ഥലത്ത്. ഇന്റർപോളില് ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഭാഷകൾ 4 ഫ്രഞ്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക് കൂടാതെ സ്പാനിഷ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ ലിയോൺ എന്ന സ്ഥലത്ത്. ഇന്റർപോളിന്റെ ലക്ഷ്യം കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം. ഇന്ത്യയില് ഇന്റർപോളിനെ പ്രതിനിധാനം ചെയ്യുന്നത് CBI ആണ്. ഇനി ഇന്റർപോളിന്റെ ആധികാരികമായ വിവരങ്ങളെക്കുറിച്ച്. ഒരു രാജ്യത്ത് ചെയ്ത കുറ്റം മറ്റൊരു രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ എന്ന രീതിയിൽ പുറപ്പെടുവിക്കുന്നതാണ് ഗ്രീൻ നോട്ടീസ്. വ്യക്തികളെ, അത് കുറ്റവാളികളായിക്കോട്ടെ, സാക്ഷികളായിക്കോട്ടെ, സംരക്ഷിക്കപ്പെടേണ്ടവരായിക്കോട്ടെ, ഇരകളായിക്കോട്ടെ, വ്യക്തികളെ കണ്ടെത്താൻ പുറപ്പെടുവിക്കുന്നത് റെഡ് നോട്ടീസ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അധിക വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് ബ്ലൂ നോട്ടീസ്. കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് യെല്ലോ നോട്ടീസ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കാൻ പുറപ്പെടുവിക്കുന്നത് ബ്ലാക്ക് നോട്ടീസ്. പാഴ്സൽ ബോംബ്, രൂപം മാറ്റിയ ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്നത് ഓറഞ്ച് നോട്ടീസാണ്. ക്രിമിനലുകളുടെ പ്രവർത്തന രീതി, അവരുടെ ലക്ഷ്യം, ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നതിന് ഉപയോഗിക്കുന്നത് പർപ്പിൾ നോട്ടീസുമാണ്. അപ്പൊ ഈ അവസാനം പറഞ്ഞ നോട്ടീസൊക്കെ റയറായിട്ട് PSC ചോദിക്കാനുള്ളൂ. എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ബാക്കി ആദ്യം പറഞ്ഞ ഇന്റർപോളിന്റെ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുണ്ട്, PSC സ്ഥിരം ചോദിക്കുന്നതുമാണ്. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 3 സ്ഥാപനങ്ങളാണ് പഠിച്ചുറപ്പിച്ചത് അല്ലെ. അടുത്ത ക്ലാസ്സിൽ മറ്റു ചില സംഘടനകൾ, നിങ്ങൾക്കേറെ പരിചയമുള്ള സംഘടനകൾ, ചേരിചേരാ പ്രസ്ഥാനം പോലുള്ളവ നമ്മൾ പഠിച്ചുറപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ കോമൺവെൽത്ത് എന്ന സംഘടനയും കൂടാതെ ചേരിചേരാ പ്രസ്ഥാനവും നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.